ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽസ് ബൈലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചൊരു ജോലി ചെയ്യുകയാണ്. അതായത് ഈ മരത്തിൽ നിന്ന് വീണ കുടംപുളികളെല്ലാം കൂടെ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. സമയം കിട്ടുമ്പോൾ ഒരുമിച്ചങ്ങ് അത് ഉണക്കിയെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഞാനിത് മൊത്തം ഉണക്കാനായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ്, എൻ്റെ കളറൊക്കെ മങ്ങി. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഇനി ഇത് അകത്തിരിക്കുന്ന കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഉണക്കാൻ വയ്ക്കാം. എനിക്കിത് ഉണക്കി അത്ര പരിചയമൊന്നുമില്ല, കാരണം ഞങ്ങളുടെ വീട്ടിലൊന്നും ഇല്ലായിരുന്നു. ഇത് നമ്മൾ വാങ്ങിക്കുക ചെയ്യുന്ന കടയിൽ നിന്ന്. ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു മരവും ഇത്രയും അധികം പുളിയൊക്കെ ഞാൻ കാണുന്നത് തന്നെ. അപ്പോൾ ഞാൻ അമ്മയടുത്തൊക്കെ ചോദിച്ചിട്ട് ഇതിങ്ങനെ ഉണക്കി പഠിക്കുക, അല്ലാതെ ഞാനിതിൽ എക്സ്പേർട്ടൊന്നുമല്ല. അപ്പം ഞാൻ അകത്തിരിക്കുന്ന കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വൃത്തിയാക്കി അതിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ അടർത്തി. ഇതിലൊരു കറയുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ നല്ല രീതിയിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ എൻ്റെ വിരലിലൊക്കെ നല്ല രീതിയിൽ ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലെ ഒരു കറയുണ്ട്. അത് നമ്മൾ ഈ മീൻകറിക്ക് ഇടുന്നതിന് മുൻപ് ചൂടുവെള്ളത്തിൽ ഇടുമല്ലോ, അത് ഈ കറ കളയാനാന്ന് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മൊത്തം ഞാനിങ്ങനെ ഇരുന്ന് ഇതിലെല്ലാം അടർത്തി ഈ ഒരു ബേസിനിലാക്കി. ഇതാ ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഏകദേശം 1 മാസം കൊണ്ട് കളക്ട് ചെയ്തതാട്ടോ. അപ്പോൾ ഞാനിത് വീട്ടിൻ്റെ ടെറസിൻ്റെ മണ്ടയിലിട്ട് ഉണക്കാനാണ് പോകുന്നത്. അവിടെ നല്ല വെയിലാണ്, നമ്മൾ തുണിയൊക്കെ അവിടെ ഇട്ടാണ് ഉണക്കുന്നത്. എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമായിട്ടോ ഈ ടെറസ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 4 ഭാഗത്ത് 4 വൃക്ഷങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു വലിയ കവറ് നല്ല രീതിയിൽ കീറി വലിയതാക്കി അതിനകത്തോട്ടാണ് ഈ പുളി ഉണക്കാനിടുന്നത്. അപ്പോൾ പെട്ടെന്ന് നല്ല വീതിക്ക് നല്ല രീതിയിൽ അകത്തി ഇടുമ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ ന്യൂസ് പേപ്പറിൽ ഇടുകയാണെങ്കിൽ ന്യൂസ് പേപ്പറിൽ കയറി ഒട്ടിപ്പിടിച്ചാലോ എന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു കവറിൽ, പ്ലാസ്റ്റിക് കവറ് 4ആയിട്ട് കീറി അതിനകത്തേക്ക് ഇടുന്നത്. അപ്പം നല്ല സ്ഥലമുണ്ട് കേട്ടോ, നല്ല അകന്ന് കിടക്കുന്നുണ്ട് പുളി. അപ്പോൾ ഉണങ്ങുമായിരിക്കും. എന്നിട്ട് 4 സൈഡിലും വെയിറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കാറ്റടിച്ച് പറന്നു പോകാതിരിക്കും. അപ്പം ഞാൻ ഈ ടെറസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ടെറസിൻ്റെ 4 കോർണേഴ്സിൽ 4 ഫലവൃക്ഷങ്ങളുണ്ടെന്ന്. അതിലൊന്നാട്ടോ ഈ റംബൂട്ടാൻ. ഒരു സൈഡിൽ നിന്ന് നമുക്ക് റംബൂട്ടാൻ പിച്ച. അപ്പോൾ റംബൂട്ടാനിൽ ഇതാണ്ട് ഏറ്റവും പാകമായിട്ട്, അതായത് ആദ്യം വീണ റംബൂട്ടാൻ ഇതാട്ടോ. ഇതിൻ്റെ കണ്ടോ, നമ്മൾ ഈ ചക്കയൊക്കെ പഴുക്കാറാകുമ്പോൾ ഇങ്ങനെ മുള്ള് നല്ല രീതിയിൽ മാറി പരന്നു വരത്തില്ല, അതേപോലെ നിൽക്കുന്ന ഞാൻ ആദ്യം കാണിച്ച റംബൂട്ടാൻ്റെ കൊലയാണ്. അത് ആദ്യം ഇതിനകത്തുണ്ടായ റംബൂട്ടാൻ. ബാക്കിയെല്ലാം ഇങ്ങനെ പൂവ് റംബൂട്ടാനായി വരുന്നതേ ഉള്ളൂ, കുഞ്ഞു റംബൂട്ടാനാണ്. അപ്പോൾ ഇതിനൊക്കെ കവറിട്ട് കൊടുക്കണമായിരിക്കും, എനിക്കറിയത്തില്ല. ഞാൻ നെറ്റിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു സൈഡിൽ ഞാൻ പറഞ്ഞില്ല, ടെറസിൽ 4 സൈഡിൽ 4 വൃക്ഷങ്ങളാണെന്ന്. ഒന്ന് ഈ പേരമരം കേട്ടോ. ഈ പേരമരത്തിൽ ശരിക്കും പേരൊക്കെ ഉണ്ടാവും, പക്ഷേ എല്ലാം ഒരുമാതിരി കേടായ, അതായത് ഒരു കുത്തു വീണ് അതിനകത്ത് മൊത്തം എന്തോ ഒരു ജീവി കയറും. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ കവറിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല കിട്ടും. ഇതൊക്കെ കണ്ടോ, കേടായി തറയിൽ കിടക്കുന്നത്. നല്ല ചുമന്ന പേരൊക്കെയാണ്, നല്ല കളർ, അടിപൊളി മധുരമാണ്. പക്ഷേ നമുക്ക് കിട്ടാറില്ല. ഞാനിങ്ങനെ കവറിടുമ്പോൾ അതിനകത്തുള്ളത്, എന്നാലും അതിനകത്ത് ഈ പക്കി ഊട്ടയിട്ട് കവറിൽ കൂടെ കയറി അത് കേടാക്കും. കുറച്ചൊക്കെ ഞാൻ കവറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ റംബൂട്ടാൻ നിൽക്കുന്നു, ഈ സൈഡിൽ പേരമരമുണ്ട്. അതുപോലെ മറ്റേ സൈഡിൽ, അതായത് 3ാമത്തെ സൈഡിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ പുളിയാണ്, നമ്മുടെ സാധാ വാളംപുളി. ആ പുളിയുടെ സീസൺ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം മൊത്തം പൂവാണ്, ഇതേപോലെ പൂത്ത് നിൽക്കുകയാണ്. അതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ എന്നാലും 2-3 എണ്ണമൊക്കെ ഇങ്ങനെ അടർന്ന് വീഴുന്നുണ്ട് കേട്ടോ, എവിടെ നോക്കിയോ. മറ്റൊരു സൈഡിൽ, നമ്മൾ വാട്ടർ ടാങ്ക് ഇരിക്കുന്ന സൈഡിൽ ഈ ജാതിക്കയാണ്. ജാതിക്ക ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു ഐറ്റം ആട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ജാതിക്ക ഇത്രയും കാണുന്നത്. അപ്പോൾ ഇങ്ങനെ മഴ ആയതുകൊണ്ട് തന്നെ ഈ വിളയാത്തതും ഒക്കെ ഇങ്ങനെ അടർന്ന് വീഴും. അപ്പോൾ അങ്ങനെ വീഴുന്നത് ഞാൻ ഉണക്കാൻ വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ഈ പിളർന്ന് വീഴുന്നതുണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ജാതിപത്രിയും ആ കുരുവും കിട്ടും. അപ്പോൾ ഇങ്ങനെ പിളർന്ന് വീഴുന്നതുണ്ട്, അല്ലാതെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ ഈ ഒരു കുരുവും വീണ് കിടക്കും. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തിട്ട് ഒരുമിച്ച് വയ്ക്കും. എന്നിട്ട് ഇനി ഇത് എല്ലാം കൂടെ ഒരു ഒത്തിരിയാകുമ്പോഴത്തേക്ക് ഉണക്കാനായിട്ടുള്ള പ്ലാനിലാണ്. അപ്പോൾ എന്താണ്, ഈ ജാതിപത്രി നമുക്കിങ്ങനെ ആ കുരുവിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, ആ ബ്ലാക്കിനകത്ത് ഈ റെഡ് കുരു ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കണ്ടോ, പൊട്ടി അടർന്ന് വീഴുന്നതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഞാനിങ്ങനെ ജാതിക്കുരു എല്ലാം എടുത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഒരുപാടാവുമ്പോൾ ഉണക്കാമെന്ന് പ്രതീക്ഷിച്ച്.
അപ്പോൾ ഇതിനകത്ത് തന്നെ അത് വിളയാത്തതും ഉണ്ട്, അങ്ങനെ അടർന്നു വീഴുന്നതും കുറേ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ശേഖരിച്ച് വെച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഈ ഇത്രയും പുളി ആയതുപോലെ അതും ആകുമ്പോൾ ഒരുമിച്ച് ഉണക്കാനായിട്ട്. എന്നിട്ട് വേറൊരു സംഭവം ഉണ്ടായി. അതായത് ഉച്ച കഴിഞ്ഞപ്പോൾ അടുക്കള ഭാഗത്തുനിന്ന് ഭയങ്കര സൗണ്ട്, ഏതോ ഒരു ജീവി കിടന്ന് കരയുന്നത്. ആദ്യം ഞാൻ കരുതി കുറേ കിളികളുണ്ട് ഇവിടെ, അപ്പോൾ അതിൻ്റെ എന്തോ കരച്ചിലാണെന്ന്. പക്ഷെ അത് കഥ തുറന്ന് നോക്കിയപ്പോൾ കുറേ പട്ടിക്കുട്ടികൾ എവിടെ നിന്ന് വന്നതെന്നറിയില്ല. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇവർ ഫുഡ് അന്വേഷിച്ച് പോയതാണ്. ഞാൻ ആ പുളിമരത്തിൻ്റെ ബാക്കിലാണ് വേസ്റ്റൊക്കെ കൊണ്ടുവയ്ക്കുന്നത്, മീനിൻ്റെ വേസ്റ്റും ഒക്കെ. അപ്പോൾ ഇവർ ഫുഡ് അന്വേഷിച്ച് പോയപ്പം ആ പുളിമരത്തിൻ്റെ അടുത്ത് ഒരുപാട് പച്ചറുമുണ്ട്, അത് ഇവരെ കടിച്ചു. അപ്പോൾ അങ്ങനെ കിടന്ന് കരയുമായിരുന്നു നിങ്ങൾ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു 6 പട്ടിക്കുട്ടികളുണ്ട്. ഇവിടുന്ന് വന്നോ എന്തോ. ഇവരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടെന്ന്. കാരണം ഒന്നിൻ്റെ വാരിയെല്ലൊക്കെ തെളിഞ്ഞ് കാണാമെന്നേ, അത് കഴിച്ചിട്ട് ഒരുപാട് നാളായി തോന്നുന്നു. അങ്ങനെ ഞാൻ തലേ ദിവസത്തെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതെടുത്ത് ചൂടാക്കിയ സമയത്തേക്ക് 2 പേരങ്ങ് പോയി കളഞ്ഞ്. പിന്നെ ബാക്കിയുള്ളവർക്ക് ഞാൻ വെള്ളവും ചോറും ഒക്കെ വെച്ചെടുത്ത്. അപ്പോൾ അവരതെല്ലാം കഴിച്ച് എന്നിട്ട് കുറേ നേരം അവിടെ കിടന്ന് കളിച്ചിട്ടൊക്കെയാണ് പോയത്. നല്ല രസമുണ്ടായിരുന്നു ഇവരെങ്ങനെ നോക്കി നിൽക്കാൻ, സമയം പോകുന്നത് അറിയത്തില്ല. 2 പേര് നേരത്തെ പോയായിരുന്നു, പിന്നെ ഒരാളും കൂടെ അങ്ങ് പോയി കളഞ്ഞു. പിന്നെ 3 പേരുള്ളത് ഇവർ ഈ കിണറിൻ്റെ സൈഡിൽ നല്ല തണുപ്പുണ്ട്, മഴയൊക്കെ പെയ്ത് കിടക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കുഴിച്ചിട്ട് അവിടെ ഇങ്ങനെ 3 പേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഞാൻ മുറ്റം തൂക്കുമ്പോഴൊക്കെ ഇവരവിടെ ഉണ്ട് കേട്ടോ, എൻ്റെ കൂടെ അവിടെയൊക്കെ നടന്ന്. എന്നിട്ട് രാത്രി വരെ അവർ 3 പേരും കൂടെ അവിടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ രാവിലെ നോക്കിയപ്പോൾ കണ്ടില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോയി കാണുമായിരിക്കും. അതുപോലെ കുടംപുളി ഇന്ന് ഇത്രയും ഉണങ്ങി കിട്ടിയോളൂ, കാരണം ഇത് ഞാൻ ഉച്ചയായപ്പോഴേ തിരിച്ചു പറക്കി, കാരണം നല്ല മഴക്കോളുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.